ഷെഹിൻ ഹോളിഡേയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചാലിശ്ശേരിയിൽ നിന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളുമായി, ഡ്രൈവേഴ്സാണ് മൊത്തം, അവരുമായി ഇന്ന് ഒരു മറയൂർ യാത്രയാണ്. മറയൂർ മൂന്നാർ രാത്രിയാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലെ വിശേഷങ്ങളുമായി ഇന്ന് ഞാൻ ഒരു വീഡിയോ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഷെഹിൻ ഹോളിഡേയ്സിൻ്റെ ട്രാവലറുമായിട്ടാണ് ഇന്ന് നമ്മളെ സുഹൃത്തുക്കളുമായി പോകുന്നത്. എല്ലാം ഡ്രൈവർമാരാണ്. അജ്മൽ ബായിദ നമ്മുടെ വണ്ടി ബാക്കിൽ പോയിട്ട് എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ സാരഥി പാരി ഏറ്റവും ബാക്കിൽ സുബൈറൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടി യാത്ര ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സുബൈർക്കൊരു പാട്ട് പാടുന്ന ആഗ്രഹം. പിന്നെ പാലക്കാടൊക്കെ എത്തി നോക്കുമ്പോൾ ഗംഭീര ഡാൻസും കാര്യങ്ങളാണ്. ആ ഡാൻസൊക്കെ ഇനിയിപ്പോൾ വഴിക്ക് വരുന്നുണ്ട്. ഞാനിത് ഏറ്റവും ബാക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ വിശേഷങ്ങളുമായി നമ്മൾ രാത്രി യാത്ര പോവുകയാണ്. സത്യേട്ടൻ, സജീർവായി ഉണ്ടായിരുന്നു, ഷാഫിക്കുണ്ട്, ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഓടിക്കണ പഹേനതങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് വേറെ പണിയൊന്നുമില്ല, ആൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ അങ്ങനെ അജ്മലിത ഡാൻസ്, ഒരാളിതാ പാട്ട് പാടണം, ഒരുത്തൻ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. ഭാര്യയുടെ കൂടെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ ഒരാളിരിക്കുന്നുണ്ട്. അങ്ങനെ അജ്മലിത വീണ്ടും ബാക്കിലേക്ക് വരുന്നു, വിളിക്കുന്നുണ്ട് ഫ്രണ്ടിലേക്ക് ഡാൻസ് ചെയ്യാൻ. ആരും വരുന്നില്ല. അപ്പോൾ ആൾ ബാക്കിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ മൻസൂർ, സജീർ, നമ്മളൊരു 10-12 ആളായിട്ടാണ് മറയൂർക്ക് യാത്ര പോണത്. അപ്പോൾ നമ്മൾ പാലക്കാടൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു 2 മണിയൊക്കെ ആവണ നേരത്താണ് നമ്മൾ മറയൂർ ചിന്നാറ് കാട്ടിലെത്തുന്നത്. അപ്പോൾ നമ്മൾ പാലക്കാട്, പൊള്ളാച്ചി, ഉടുമൽപേട്ട റൈറ്റ് പോയിട്ട് നമ്മൾ മൂന്നാറിലേക്ക് കയറാണ്. അപ്പോൾ അതാ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. ഒരാളിതാ ഒപ്പന കളിക്കുന്നുണ്ടാവുന്നു. സുബൈർക്കത പാട്ട് പാടുന്ന ഗംഭീര പാട്ടാണ്. അപ്പോൾ എന്തായാലും പാട്ടിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് പാട്ട് കേൾക്കാം. അതിഭീകരമായ ഷാഫിക്കാരുടെ പാട്ട്. അതുപോലെ മൻസൂർ ചിരിച്ചിട്ട് വണ്ടിയുടെ ബാക്കിൽ വീഴും. ഷാഫിക്കാരുടെ പാട്ട് റെക്കോർഡ് ചെയ്യലേ എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ റെക്കോർഡ് ചെയ്തു. അപ്പോൾ വീണ്ടും അജ്മൽ വന്നിട്ട് ഫുൾ ഡാൻസ്. എന്താ പറയുക, ബാക്കിൽ പ്രണവുണ്ട്, പ്രണവ് പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ പ്രണവ് വന്നിട്ട് പാട്ട് പാടി മൈക്ക് പെട്ടെന്ന് സ്റ്റക്കായി. ഇപ്പോൾ നമ്മൾ മൂന്നാർ മറ്റേ കാട്ടിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ചെറിയ റോഡാണ്, 2 ഭാഗത്തും ഭയങ്കര അടിച്ചാണ് റോഡിൻ്റെ. നമ്മൾ രാത്രി യാത്ര പോകുമ്പോൾ നല്ല ശ്രദ്ധിക്കുക. നല്ല വെളിച്ചില്ലാത്ത ഹെഡ്ലൈറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് ഡിമ്മടിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ വണ്ടി പോയാൽ ബ്രേക്ക് ഇടുക. എന്ന് വെച്ചാൽ മൃഗങ്ങളൊക്കെ നമുക്ക് രാത്രി കാണാം പോകുമ്പോൾ. അപ്പോൾ
നമ്മുടെ മുന്നിൽ ഒരു വണ്ടി വന്നപ്പോൾ നമ്മൾ സൈഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വണ്ടി പോയി. നമ്മുടെ ബാക്കിലൊരു വണ്ടി ഉണ്ട്. അപ്പോൾ ആ വണ്ടിനെ നമ്മൾ കടത്തി വിട്ടിട്ട് നമ്മൾ വീണ്ടും മെല്ലെ പോകാമെന്നുള്ള വിചാരിച്ചിട്ട് നമ്മൾ മെല്ലെ പോവാണ്. നമ്മുടെ ബാക്കിലുണ്ടായിരുന്ന വണ്ടി ഒരു KSRTC ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാക്കിലുള്ളത് ടവേരയാണ്. അതിന് നമ്മൾ വിട്ടുകൊടുത്തു. ഇനി നമ്മുടെ ബാക്കിൽ വണ്ടികൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മുടെ വണ്ടിയിൽ ഇരുന്നിട്ട് നമ്മുടെ പിള്ളേർ. അപ്പോൾ നമ്മൾ ആ വണ്ടിയിലും വിട്ടു കൊടുക്കുകയാണ്. നമ്മൾ ഒരുപാട് കാട്ടുപോത്തനെ കാണാൻ പറ്റി. പിന്നെ അഥവാ മടാവ് അങ്ങനത്തെ ആനനെ കാണാൻ പറ്റിയില്ല എന്നാൽ വലിയ വശാല്. നമുക്ക് എല്ലാവർക്കും ഭാഗ്യമില്ലാതായിട്ട് നമ്മൾ ഈ വണ്ടി നിർത്തിയോടത്തൊക്കെ കാട്ടുപോത്തുണ്ടായിരുന്നു. നമുക്ക് കറക്റ്റ് ടോർച്ചുണ്ടെങ്കിൽ സുഖമായിരുന്നു. ടോർച്ചില്ലാത്ത കാരണം നമുക്കത് നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഈ വീഡിയോസ് നമ്മൾ പകൽ ഈ വഴിക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് പകലത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം. നമ്മുടെ വണ്ടിയിൽ ഇരുന്നിട്ട് നമ്മൾ ഒരുപാട് നമ്മുടെ ക്യാമറ സൂം ചെയ്ത് നോക്കിയാണ്. പക്ഷേ രാത്രി ആയ കാരണം നമുക്ക് ഒട്ടും ക്ലിയർ ഇല്ലാത്ത കാരണം നമുക്കത് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഒരുപാട് കാട്ടുപോത്തുകളുണ്ട്. എത്രയെന്നറിയോ കാണാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാത്രി കാലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വളവിലൊക്കെ ആന നയിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം സൂക്ഷിച്ച് പോകുക. അവരെ മുന്നിൽ വെച്ച് അവർക്കൊന്നും പറ്റാതിരിക്കാനും നമ്മുടെ വണ്ടി ആക്രമിക്കാതിരിക്കാനും വേണ്ടി നമ്മൾ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക. പിന്നെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു നമ്മുടെ മുന്നിലും തിരിച്ച് നമ്മുടെ മുന്നിൽ കൂടെ അവിടുന്ന് ഓപ്പോസിറ്റ്സും വണ്ടി വന്നിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു വഴിയാണ്. പിന്നെ രണ്ട് സൈഡും നല്ല എഡ്ജാണ് റോഡിൽ നിന്ന്. വണ്ടി ഇറക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് പോവുക, സൂക്ഷിച്ച് വേണം ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ. നമ്മുടെ ബാക്കിലൊരു KSRTC വന്നിരുന്നു. അപ്പോൾ ആ വണ്ടിനെ നമ്മൾ കടത്തി വിട്ടു. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയാണ് കേട്ടോ. 2-2:30 മണിയായിരിക്കുന്നു. കാട്ടിലൂടെയുള്ള യാത്രയാണ്. മൂന്നാറിലേക്കാണ് KSRTC പോകുന്നത്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ആനനൊക്കെ കാണുന്നുള്ളത്. ഈ ട്രിപ്പിൽ നമുക്ക് ആനയെ കാണാൻ പറ്റിയില്ല കേട്ടോ. നമ്മളൊരു ഹമ്പ് ചാടിയപ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് ഒരു ലോറി, വലിയൊരു ലോറി കണ്ടെയ്നർ പോകുന്നുണ്ട്. അവിടെ നിന്ന് ഡിമ്മർ പ്ലേറ്റ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സാരഥിയായിട്ടുള്ള ഫാരിഖ് മോൻ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഈ വണ്ടി പോയി ഉടനെ കണ്ട് വേറൊരു വണ്ടി കൂടി അവിടെ നിന്ന് പെട്ടെന്ന് വന്നു. ഇതേപോലെ ലൈറ്റ് കാണാനുണ്ട്. അപ്പോൾ ആ വണ്ടി അവിടെ സൈഡാക്കിയ കാരണം നമ്മൾ നല്ല റോട്ടിൽ കയറ്റിയിട്ട് എല്ലാം അങ്ങനെ ഉണ്ട് യാത്ര തുടർന്നു. അപ്പോൾ ഈ വഴി പോകുന്ന രാത്രി പകലായാലും എല്ലാവരും ശ്രദ്ധിക്കുക. ചെറിയ റോഡാണ്. നല്ല രണ്ട് സൈഡും നല്ല അടിച്ചാണ്. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യും. ഒരു ട്രാവലറായിരുന്നു. ട്രാവലർ വീണ്ടും യാത്ര തുടരുന്നു. ഏകദേശം ഇപ്പോൾ ഒരു 3 മണി അതിൻ്റെ സമയം. 1 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് കാട്ടിലൂടെ. ഇന്നിപ്പോൾ നമുക്ക് ബോർഡർ എത്താനായിട്ടുണ്ട്, തമിഴ്നാട് ബോർഡറിലേക്ക് എത്താനായിട്ടുണ്ട്. നമ്മൾ ഏകദേശം
എല്ലാ മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ലാഗ് അടിച്ചിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ തമിഴ്നാട് ചെക്ക് പോസ്റ്റിലേക്ക് എത്താൻ പോവാണ്. തമിഴ്നാട് കഴിഞ്ഞു കേരള ചെക്ക് പോസ്റ്റിലേക്ക് എത്തി. കേരള ചെക്ക് പോസ്റ്റാണ് കാണുന്നത്. അവിടെ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഡ്രൈവർ വീണ്ടും വണ്ടി എടുക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോർഡറിലത്തെ എൻട്രൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻട്രൻസ് ചെയ്തു, കേരള എത്തി. ഞങ്ങൾ കേരളത്തിലേക്ക് എത്തി. വീണ്ടും കാട്ടിലൂടെ തന്നെ യാത്ര കേട്ടോ. കുറച്ച് കച്ചറ റോഡാണ്. റോഡ് പണി നടന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് റോഡൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും സെക്കൻഡ് ഗിയർ തേർഡ് ഗിയറൊക്കെ ആയിട്ട് തന്നെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മൃഗങ്ങളെയും കാണാത്തതാണ് ഞാൻ കിടന്നുറങ്ങി. ഇനി പിറ്റേ ദിവസത്തെ നമ്മുടെ കാലത്തുള്ള വിശേഷങ്ങളായി പങ്കുവയ്ക്കാം. ഞങ്ങൾ ഉറങ്ങി എണിച്ചൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് വന്ന് എല്ലാവരും ഉണ്ട് അവിടെ. ഞാനാ ലാസ്റ്റ് എത്തിയത്. നല്ല ചൂടും അതുപോലെ തന്നെ ചെറിയൊരു തണുപ്പും. മറയൂരാണ് കേട്ടത്. മറയൂർ ടൗണിൽ നമ്മൾ റൂം എടുത്തതിൻ്റെ അടുത്ത് തന്നെ വണ്ടി ഇട്ടിട്ടുള്ളത്. സുബൈറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ കിടന്നതും കാര്യങ്ങളും. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ നമ്മൾ റിസോർട്ടിലേക്ക് പോവാണ്. അതും സുബൈറിൻ്റെ ഫ്രണ്ടിൻ്റെ റിസോർട്ട് തന്നെയാണ്. അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ ഇനി കാണാം. ഓക്കെ, നാസ്ത കഴിക്കാനെത്തിയപ്പോൾ അവിടെ ദോശ, പൂരി, കോഴിമുട്ടക്കറി, കടലക്കറി, സദ്യേട്ടൻ വേണ്ടോളം എടുത്ത് പോകുന്നുണ്ട് ഫുഡ്. ഞാനപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അജ്മലത് മൂത്തെടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്ലീനറാണ് ബസൂക്കേട്ട്. സുബൈറിൻ്റെ ക്ലീനറാണ്. അതങ്ങനെ നടന്നു കഴിഞ്ഞിട്ടത്. മൻസൂർ എനിക്ക് കൊടുന്നിട്ട് പൂരിട്ടായിരുന്നത്. ഈ കഴിച്ചോ എന്നോട്. ഞാൻ അവിടെ ഇരുന്ന് വിട്ടു. പ്രവീണാശാൻ്റെ അടുത്തേക്ക് പോയപ്പോൾ പ്രവീണാശാൻ ഒരു മുട്ടയായിട്ട് ഇരിക്കുക. ആൾ നല്ല വിട്ടിട്ടേ ഇനി കോഴിമുട്ട മാത്രമേ കഴിക്കാറുള്ളൂ. നമുക്കൊരു വീഡിയോ എടുത്തപ്പോൾ നമുക്കൊരു ചിരി വന്നിരുന്നു. ആ കയറ്റി നട്ട അടുത്ത ചായ അടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പുറത്തെ വിശേഷങ്ങളായിട്ട് പങ്കുവയ്ക്കാം. ഇതാണ് നമ്മുടെ റിസോർട്ട്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. പൂള് നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. നമ്മളിവിടെ കുളിക്കാൻ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ലേഡീസ് പെൺപിള്ളേരൊക്കെ ഉള്ള കാരണം നമ്മൾ ഇറങ്ങിയില്ല. ഇതാണ് പൂളിൻ്റെ അവസ്ഥ. പൂളിലൊരു പല്ലി വീണുണ്ടായിരുന്നു. അരണക്കുട്ടി. അതിനെ
മരണജീവനം കൊണ്ട് ഓടി. എല്ലാവരും നല്ല കുശലം പറഞ്ഞിരിക്കട്ടോ. ഇനി നമ്മൾ തിരിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി കാട്ടിലൂടെ നാട്ടിലേക്ക് വരുന്ന കുറച്ച് വിശേഷങ്ങളുമായി പങ്കുവയ്ക്കാം. ഓക്കെ, ഇന്നലെ നമ്മൾ രാത്രിയാണ് ഇതിലൂടെ പോയത്. തിരിച്ച് നമ്മൾ പകൽ ഒരു 6:30-7 മണി നേരത്താണ് 5:30-5:30 നമ്മൾ മറയൂരിന് പുറപ്പെട്ടത്. ഞാനൊന്നും കണ്ടില്ല പകൽ. എന്തായാലും നമ്മൾ നാട്ടിലെത്തുമ്പോൾ ഒരു 10:30-11 മണി ആവട്ടെ വെച്ചിട്ട് നേരത്തെ ഇറങ്ങിയതാണ്. റോഡ് പണിയാൻ വേണ്ടിയിട്ട് മെറ്റലൊക്കെ ഒരുപാട് എത്തുന്നത്. കേരളത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും. ചിലവർ കിടന്നുറങ്ങുന്നുണ്ട് ഉറക്കം വന്നിട്ട്. ഇത്രയും നേരം നമ്മൾ യാത്ര ചെയ്തിട്ട് ഒരു മയിലിനെയാണ് കണ്ടത്. മയിലിനെ കണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് റോട്ടിൽ ഒരുപാട് റോഡ് പണിക്കാരാണ്. അവർ തീയിടുന്നുണ്ട്. അവരവിടുത്തെ ആൾക്കാരാണ്. തീയിട്ട് റോഡൊക്കെ സെറ്റാക്കി തീ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തീയിടുന്നു. കാടിനെ വൃത്തിയായി സൂക്ഷിക്കുകയാണ് രണ്ട് സൈഡും. അങ്ങനെ ഞങ്ങളുടെ മറയൂർ ട്രിപ്പ് വൈൻഡപ്പ് ആവുകയാണ്. എന്തായാലും കാട്ടിലോട്ടുള്ള യാത്ര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയ്ൻ ഹോളിഡേയ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ